കനത്ത തോൽവിയാണ് ഇടതുമുന്നണി ഏറ്റുവാങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഘട്ടത്തിലും ഇത്തരമൊരു തോൽവി അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹം വലിയ വിജയപ്രതീക്ഷയിലായിരുന്നു. ഇന്ന് രാവിലെ വോട്ടെണ്ണലിന്റെ ആദ്യ ട്രെൻഡ് പുറത്തു വരുന്നവരെയും അത് തന്നെയായിരുന്നു. പക്ഷേ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. നാളെ മന്ത്രിസഭായോഗം ചേരും. 5-ാം തീയതി മന്ത്രിസഭായോഗത്തിൽ നേരിട്ട് പങ്കെടുക്കണമെന്നാണ് ശനിയാഴ്ച ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്ത മന്ത്രിമാരുടെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നത്. അന്ന് എല്ലാവരും തിരുവനന്തപുരത്ത് വരണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 12 മന്ത്രിമാർ പരാജയപ്പെട്ടു. മുഖ്യമന്ത്രി ഉൾപ്പെടെ 7 മന്ത്രിമാർക്ക് മാത്രം വിജയിക്കാൻ ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളത്തെ മന്ത്രിസഭായോഗം നേരത്തെ മാറ്റിവെക്കാൻ തീരുമാനമെടുത്തു. തൊട്ടു പിന്നാലെ ഗവർണർക്ക് രാജിക്കത്ത് കൊടുത്തയക്കുകയായിരുന്നു. ആ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സ്വീകരിച്ചു. പിണറായി വിജയനോട് കാവൽ മുഖ്യമന്ത്രിയായി തുടരണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. അദ്ദേഹം ആ അഭ്യർത്ഥന ഏറ്റെടുക്കുകയും ചെയ്തു. ഇനി പിണറായി വിജയൻ അടുത്ത സർക്കാർ UDF സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നവരെ, മുഖ്യമന്ത്രി വരുന്നവരെ കേരളത്തിലെ കാവൽ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ. അദ്ദേഹം പരാജയം സമ്മതിച്ചുകൊണ്ട് രാജി കൈമാറിയിരിക്കുന്നു. പരാജയത്തിൽ മുഖ്യമന്ത്രി പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം രാജിവെച്ച് ഒഴിയുകയാണ്. കാവൽ മുഖ്യമന്ത്രിയായി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അരുൺ? കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടോ? നാളെ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് കുറച്ചു മുമ്പ് നമുക്ക് ലഭിച്ച വിവരം. ഇനി ഈ രാജിയുടെ പശ്ചാത്തലത്തിൽ എന്താണ് തീരുമാനമെന്ന് വ്യക്തമല്ല. മുഖ്യമന്ത്രി ഗവർണറെ നേരിട്ട് കണ്ട് രാജിക്കത്ത് കൈമാറുമെന്നായിരുന്നു നമുക്ക് ആദ്യം ലഭിച്ച സൂചനകൾ. പക്ഷേ അതുണ്ടായില്ല. മുഖ്യമന്ത്രി കത്ത് ഗവർണറെ കൈമാറിക്കൊണ്ടാണ് രാജി തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചത്. ഉടൻ തന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാജി സ്വീകരിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തോട് കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഏതായാലും മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്ന കാര്യത്തിൽ കുറച്ചുകൂടി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അദ്ദേഹം നാളെ ഇവിടെ എത്താനാണ് നേരത്തെ ആലോചിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും നേതാക്കൾ പൊതുവെ പ്രതികരിക്കുന്നില്ലല്ലോ അല്ലേ ഈ കനത്ത തോൽവിയോട്? മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടേ ഇല്ല. പാർട്ടി സെക്രട്ടറിയുടെ ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് വന്നത്. പാർട്ടി പരിശോധിക്കുമെന്ന പതിവ് കാര്യം. അതല്ലാതെ വലിയ പ്രതികരണങ്ങൾ ഇതുവരെ നേതാക്കളിൽ നിന്ന് വന്നിട്ടില്ല അല്ലേ? CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രാഥമിക പ്രതികരണം വന്നു കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റും ഈ അല്പസമയം മുമ്പ് പാർട്ടിയുടെ നിലപാട് തോൽവിയിൽ ഉള്ള പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കി. എം സ്വരാജ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം നേരത്തെ പുറത്തു വന്നിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ പ്രാഥമിക വിലയിരുത്തൽ പ്രകാരമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് LDF-നുണ്ടായ പരാജയം അപ്രതീക്ഷിതമാണ്. പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് വന്ന പോരായ്മകൾ തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയുന്നത്. എം സ്വരാജ് പറയുന്നത് അനർഹമായ പരാജയമാണത്. പക്ഷേ CPM തിരുത്തണമെന്ന് ജനം ആഗ്രഹിച്ചു. ആ തിരുത്തൽ ഉണ്ടാകും. എല്ലാ തരത്തിലും തിരുത്തി കൊടുങ്കാറ്റ് പോലെ CPM തിരിച്ചു വരുമെന്ന ഒരു പ്രതികരണമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും മറ്റന്നാൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. പരാജയ കാരണങ്ങളിൽ പ്രാഥമിക വിലയിരുത്തൽ ഉണ്ടാകും. CPM പ്രതീക്ഷിക്കാത്ത PBയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അല്ലേ? ഓ ശരി 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 അരുൺ. എന്തായാലും മുഖ്യമന്ത്രി രാജിവെച്ചു. കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തോട് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കണ്ണൂരേക്ക് മടങ്ങിയിരുന്നു. അദ്ദേഹം നാളെ മന്ത്രിസഭാ യോഗം വിളിച്ചിരുന്നു. പക്ഷേ തോൽവിയുടെ പശ്ചാത്തലത്തിൽ നാളെ മന്ത്രിസഭാ യോഗം ഉണ്ടാവുകയില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.